Hi students, today we are going to study about the line equation and the direct use of line equation ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ലൈൻ എങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈനിൻ്റെ ഇക്വേഷനും ലൈൻ എങ്ങനെ സ്കാൻ ചെയ്തെടുക്കുന്നുള്ളതിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലൈൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ത്രൂ ദി അൽഗോരിതത്തിലൂടെയാണല്ലോ നമ്മൾ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ. ഓക്കെ, ആ അൽഗോരിതം എങ്ങനെയാണ് ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ, ദാറ്റ് ഈസ് y = mx + c എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ലൈനിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് അൽഗോരിതംസ് ഉണ്ട്. Algorithms for line drawing, direct use of line equation, ലൈനിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഉള്ള അൽഗോരിതം ഉണ്ട്. പിന്നെ DDA ഉണ്ട്, ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ എന്നാണ് DDA അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ ഡ്രോ ചെയ്യാറുണ്ട്. പിന്നെ ബ്രെസൻഹാംസ് അൽഗോരിതം ആണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ ഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ. Direct use of line equation, it is the simplest form of conversion. വളരെ simplest form of conversion ആണ് ഈ ഡയറക്റ്റ് നമ്മുടെ ലൈൻ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്കാൻ P1 and P2 പോയിന്റ്സ്. ഫസ്റ്റ് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യുന്നു P1 and P2 പോയിന്റ്സ്. കാരണം ഒരു ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് 2 എൻഡ് പോയിന്റ്സിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് 2 എൻഡ് പോയിന്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ എൻഡ് പോയിന്റ് P1 P2 ആയിട്ട് എടുക്കുകയാണ്. P1 ഹാസ് കോഓർഡിനേറ്റ്, P1ൻ്റെ കോർഡിനേറ്റ് x1' y1' ആണ്. P2യുടെ കോർഡിനേറ്റ് x2' y2' ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = mx + b ആണ്. അവിടെ m എന്ന് പറയുന്നത് Δy / Δx ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ആ m = Δy. Δy എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് / Δx എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കോർഡിനേറ്റിൽ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ y കോർഡിനേറ്റിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് y കോർഡിനേറ്റ് y1' y2' ആണ്. y1' y2' ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y2' - y1' ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. x കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ x1' x2' ആണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് x2' - x1' ആണ്. ആൻഡ് b ഈസ് ഈക്വൽ ടു നമ്മുടെ ലൈൻ b = y + mx. ഓക്കെ, b എന്ന് പറയുന്നത് y + mx ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = ലൈൻ ഡ്രോ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ y = m, ദാറ്റ് ഈസ് ദി സ്ലോപ്പ് അല്ലേ. m പിന്നെ x കോർഡിനേറ്റ് mx, പിന്നെ എന്താണ് നമുക്ക് പ്ലസ് c ആണ് അല്ലേ. mx + c, c is the constant, അല്ലെങ്കിൽ b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ c = എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, c = y, that means ഇവിടെ ഇപ്പം c = നമുക്ക് കിട്ടുക y, c = എന്താ വരിക y - mx. okay, c = y - mx. ഓക്കെ, അപ്പോൾ ഇവിടെ y = നമ്മളെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c ആണ്. അപ്പോൾ mx + m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അപ്പോൾ m എന്ന് പറയുന്നത് Δy ഡിവൈഡഡ് ബൈ Δx ആണ്. Δy എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ആണ്. Δx എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് ആണ്. സോ ഇവിടെ b എന്നെടുക്കാൻ കാരണം അവിടെ സിക്ക് പകരം b എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് വേരിയബിൾ നെയിം വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക്. സോ ഹിയർ b = y - ആണ്. ഓക്കെ, ഇവിടെ b = y1'
മൈനസ്, കാരണം y1 ഡാഷ് എടുക്കാൻ കാരണം തുടക്കം y1 ഡാഷ് എന്നാണല്ലോ, തുടക്കമുള്ള പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് x1 ഡാഷ് y1 ഡാഷ് ആണ്. അതുകൊണ്ട് ഇവിടെ ആ ഒരു ഇക്വേഷനിൽ എഴുതിയത് b is equal to y1 ഡാഷ് മൈനസ് mx1 ഡാഷ്. ഇനി നമ്മളിപ്പോൾ ഈ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ആ എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എം. മോഡുലസ് എം എന്ന് പറയുന്നത് ഒരു വാല്യൂ, പോസിറ്റീവ് ആയിട്ട് ആ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഫോർ ഈച്ച് ഇൻഡിജർ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ x1 ഡാഷും x2 ഡാഷും കൺസിഡർ ചെയ്യില്ല. ഡു നോട്ട് കൺസിഡർ x1 ഡാഷ് ആൻഡ് x2 ഡാഷ്. പിന്നെ ഇഫ് വാല്യൂ ഓഫ് എം മോഡുലസ് എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫോർ ഈച്ച് ഇൻഡിജർ വാല്യൂ ഓഫ് y, ബട്ട് ഡു നോട്ട് കൺസിഡർ എന്ത് കൺസിഡർ ചെയ്യില്ല y1 ഡാഷ് y2 ഡാഷ്. അപ്പോൾ ഇത് കെട്ടിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അൽഗോരിതം വളരെ സിമ്പിൾ ആണ്. ആ അൽഗോരിതം മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ലൈൻ വിത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് x1 ഡാഷ് y1 ഡാഷ്, അതെന്താണ് എടുത്തിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 0. എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് 6,18 എടുത്ത്. അപ്പോൾ 2 എൻഡ് പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ആൻഡ് സ്ലോപ്പ് ഓഫ് ലൈൻ. അപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂവും സ്ലോപ്പ് ഓഫ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സൊല്യൂഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പോയിന്റ്സ് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ ആ സൊല്യൂഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഹിയർ ദീസ് ആർ ദ 2 പോയിന്റ്സ് P1 0,0. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് ഞാൻ P7 എന്നാണ് എടുത്തിട്ടുള്ളത് 6,18. കാരണം 7 ഇന്റർമീഡിയറ്റ് P1 P2 P3 P4 P5 P6 P7 വരെ ഉണ്ടാവും. 7th പോയിന്റ് ആണ് ഇത് വരിക. നമുക്കിത് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് x1 0 ആണ്, y1 എന്താണ് 0 ആണ്. ഇവിടെ x2 y2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് x2 6 ആണ്, y2 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ ഫസ്റ്റ് എം കണ്ടുപിടിക്കുക. സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ആണ്. അപ്പോൾ y2 മൈനസ് y1 divided by x2 minus x1. Here y2 is equal to 18, y1 is equal to 0. അപ്പോൾ 18 minus 0. x2 is 6, x1 is 0. 6 minus 0. That is 18 minus 6 is equal to 3. അപ്പോൾ നമുക്ക് m3 കിട്ടി. അപ്പോൾ നമുക്ക് അത് ഇക്വേഷന്റെ ലൈൻ we know equation of line y is equal to mx plus b ആണ്, അല്ലേ? b is constant. അപ്പോൾ അവിടെ നമുക്ക് m കിട്ടിയിട്ടുണ്ട്, അല്ലേ? m ന്റെ വാല്യൂ എന്താ കിട്ടിയത്? 3 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്തിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? y is equal to 3x plus b എന്ന് എഴുതാം. അത് ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ put value of x from initial point in equation 1. ദാറ്റ് ഈസ് ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 0 0 ആണ്, അല്ലേ? അപ്പൊ x 0 ആണ്, y 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് 0 കൊടുത്തു, പിന്നെ വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടും, അല്ലേ? ബി എന്താ കിട്ടുക? അപ്പൊ വാല്യൂ ബിന് കിട്ടിയിട്ടുള്ള വാല്യൂ 0 ആണ്. ബി is equal to 0 കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ 0 ആണ്, ദെൻ വൈയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ബി എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബിയുടെ വാല്യൂ 0 നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇവിടെ ബിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? y is equal to 3x ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? സ്ലോപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ഇക്വേഷൻ y is equal to 3x ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓരോ വാല്യൂസ്, കാരണം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 0 0 ആണ്. നെക്സ്റ്റ് എന്താണ്? 0 0 ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഡു നോട്ട് കൺസിഡർ നമ്മൾ ഫസ്റ്റ് പറയാൻ കാരണം. അപ്പൊ നൗ കാൽക്കുലേറ്റ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് x ഈക്വൽ ടു 1 കൊടുക്കുക, അല്ലെ? 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ x ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ y is equal to 3x ആണല്ലോ. 3 into 1 എന്ന് പറയുമ്പോൾ y is equal to 3 കിട്ടും. അപ്പൊ നമുക്ക് എന്താ നെക്സ്റ്റ് പോയിന്റ് P2 ആണ്. P2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്താ കിട്ടുക? x 1 ആണ്, y 3 ആണ്. 1 3 എന്ന് കിട്ടും. നെക്സ്റ്റ് x ഈക്വൽ ടു 2 കൊടുത്തു നോക്കുക. അപ്പൊ നമുക്ക് y is equal to 3x. 3 into 2 y is equal to 6 കിട്ടും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 2,6 ആണ്. നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് x ന്റെ വാല്യൂ 3 കൊടുത്തു നോക്കുക. അപ്പൊ നമുക്ക്
നമുക്ക് y എന്ത് കിട്ടും 3x എന്ന് എടുക്കും. അപ്പൊ 3 × 3 എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്താ കിട്ടുക 3 ഉം 9 ഉം ആണ്. പിന്നെ അടുത്ത എക്സിന്റെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് x 4 ആയിട്ട് കൊടുക്കുക. അപ്പൊ y = 3 × 4 ദാറ്റ് ഈസ് 12 കിട്ടും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് 4 ഉം 12 ആണ് കിട്ടുക. നെക്സ്റ്റ് ഇൻക്രിമെന്റ് 5 ആക്കി കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് 3 × 5 15 കിട്ടും. പിന്നെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 6. അപ്പോൾ എക്സിന് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എക്സിന്റെ വാല്യൂ 0 കൊടുത്തിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ 1 കൊടുത്തു നോക്കുക, എക്സിന്റെ വാല്യൂ 2 കൊടുത്തു നോക്കുക, 3 കൊടുത്തു നോക്കുക, 4 കൊടുത്തു നോക്കുക, 5 കൊടുത്തു നോക്കുക, 6 കൊടുത്തു നോക്കുക. 6 വരെയാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ 6 വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ഇതാ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടില്ല. ലാസ്റ്റ് എക്സിന് 6 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 18 ലാസ്റ്റ് പോയിന്റ് കിട്ടും അല്ലെ. 6 80 എന്ന് പറയുന്നത് അത് P7 ആയിട്ട് എടുത്തു. അതാണ് ഈ P7 കിട്ടിയത്. P1 നമുക്ക് 0 0 ആണ്. P2 എന്ന് പറയുന്നത് 1 3 കിട്ടി. P3 എന്ന് പറയുന്ന പോയിന്റ് 2 6 കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പോയിന്റ്സും ആണ് എക്സും വൈയും ആയിട്ടും എഴുതിയിട്ടുള്ളത്. ഇനി ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് വരക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ദിസ് ഇസ് ദ എക്സ് കോർഡിനേറ്റ്, ദിസ് ഇസ് ദ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഒരു 3 ഗ്യാപ്പ് വ്യത്യാസത്തിലാണ് എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂസ് എടുത്തിട്ടുള്ളത്. 3 6 9 12. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ എടുത്തു. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തതാണ്. P0 എന്ന് പറയുന്നത് എന്താണ് 0 0 ആണ്. പിന്നെ P2 P3 P4 P5 P6 P7 എന്ന് പറയുന്നത് എന്താണ് 6, 18 ആണ്. അപ്പൊ 6 ഇവിടെ 6 ആണ്, പിന്നെ എന്താണ് 18 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ ഡ്രോ ചെയ്ത് ഇനി നമുക്ക് ഇതിന്റെ അൽഗോരിതം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നേരത്തെ കണ്ടിട്ടുള്ളത്. ഇനി അൽഗോരിതം ഫോർ ഡ്രോയിങ് ലൈൻ യൂസിങ് ഇക്വേഷൻ, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് y = mx + b എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യാനുള്ള അൽഗോരിതമാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അൽഗോരിതം ഫോർ ഡ്രോയിങ് ലൈൻ യൂസിങ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു. y = mx + b ഉപയോഗിച്ചിട്ട് m എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, നമ്മുടെ m എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, Δy ഡിവൈഡഡ് ബൈ Δx ആണ്. പിന്നെ നമ്മൾ b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. b = y മൈനസ് mx എന്നാണ് വരിക. അപ്പോൾ ആ ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അൽഗോരിതം ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അൽഗോരിതം സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് അൽഗോരിതം. സ്റ്റെപ്പ് 2 ഡിക്ലെയർ വേരിയബിൾസ്. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് x1 x2 y1 y2 dx dy m, b. അപ്പോൾ x1 y1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. x2 y2 എന്ന് പറയുന്നത് എൻഡിങ് പോയിന്റ് ആണ്. dx എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ്. dy എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്. ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് y2 - y1 ആണ് അല്ലേ. പിന്നെ m b ഇത്രയും വേരിയബിൾസ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. സ്റ്റെപ്പ് 3 എൻ്റർ വാല്യൂസ് ഓഫ് x1 x2 y1 y2. കാരണം 2 പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ടാവുക, എൻഡ് പോയിന്റ്സ്, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അല്ലേ. അപ്പൊ x1 y1 ഉം x2 y2 നമ്മൾ എൻ്റർ ചെയ്യാം. അപ്പൊ x1 y1 എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ലൈൻ, ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. x2 y2 എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് എൻഡിംഗ് പോയിന്റ് ഓഫ് ദി ലൈൻ. അതിനകത്ത് നമുക്ക് dx കാൽക്കുലേറ്റ് ചെയ്യാം. dx എന്ന് പറയുന്നത് എന്താണ് x2 - x1 ആണ്. dy എന്ന് പറയുന്നത് y2 - y1 ആണ്. ദെൻ സ്റ്റെപ്പ് 6 നമുക്ക് m കാൽക്കുലേറ്റ് ചെയ്യാം. m = dy ഡിവൈഡഡ് ബൈ dx ആണ്. സ്റ്റെപ്പ് 7 അകത്ത് b ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ്. b = എന്നാണ് ഇത്. b = എന്ത് വരും, y1 ഓക്കെ y1 മൈനസ് mx1. കാരണം y = mx + b എന്നൊരു ഇക്വേഷൻ്റെ അകത്ത് b എന്ന് പറയുന്നത് എന്തായിരിക്കും, y മൈനസ് mx ആണല്ലോ. സോ ഇവിടെ b = y1 മൈനസ് mx1 എന്ന് നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സെറ്റ് x, y എന്ന് പറയുന്ന പോയിന്റിന് ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. x, y എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് ലോവസ്റ്റ് പോയിന്റ് ആണ് x എന്ന് പറയുന്നത് ലോവസ്റ്റ് ടു ഹയസ്റ്റിലേക്കാണല്ലോ നമ്മൾ ലൈൻ ഡ്രോ ചെയ്യുന്നത്. x എൻഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂ ഓഫ് x ആണ്. x എൻഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂ, കാരണം ലോവസ്റ്റ് നമ്മൾ ഹയസ്റ്റിലേക്കാണ് നമ്മൾ ലൈൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോവസ്റ്റ് വാല്യൂ x ആയിട്ട് എടുത്തു. x എൻഡ് എന്ന് പറയുന്നത് എന്താണ്,
ലാർജസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x2 മൈനസ് x1 ആണ് എന്തെന്ന് ഡി എക്സ്. അപ്പൊ ഈ x2 മൈനസ് x1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? x2 കുറവാണ് അല്ലെ, x2 കുറവും x1 കൂടുതലും ആണെങ്കിലാണ് ലെസ് ദാൻ 0 ആവത്തുള്ളൂ അല്ലെ. x2 എന്തായിരിക്കണം? കുറവായിരിക്കണം. x1 എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് x2 മൈനസ് x1 എന്തായിട്ട് മാറാം? ലെസ് ദാൻ 0 ആയിട്ട് മാറാം. ആ സമയത്ത് നമ്മളെ ഈ x, y നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട്. അപ്പൊ x എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് എടുക്കുക? ഈ x2 ആണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുക. കാരണം ഇത് ലോവസ്റ്റ് ആണല്ലോ, ലോവസ്റ്റ് ആയത് കൊണ്ടാണല്ലോ ലെസ് ദാൻ 0 ആയത്. ഇതിൽ കുറവും ഇത് കൂടുതലും ആയതുകൊണ്ടാണ് നമുക്ക് ലെസ് ദാൻ 0 കിട്ടിയത്. ഡി എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ആണ്. സോ അപ്പൊ ഇത് കുറവും ഇത് കൂടുതലുമാണ്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് കുറവാണല്ലോ, ഇത് കൂടുതലും ആണല്ലോ. അപ്പൊ നമ്മൾ ഈ കുറവായിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റിനാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് എക്സ് എന്തായിട്ട് എടുത്തത്? ഇവിടെ x2 ആയിട്ട് എടുത്തത്. സോ അതിന്റെ കറസ്പോണ്ടിങ് y2 നമ്മൾ y ആയിട്ട് എടുത്തു. അതിന്റെ എക്സ് എൻഡ് എന്ന് പറയുന്നത് ഹയസ്റ്റ്, ഇവിടെ ഹയസ്റ്റ് എന്തായിരിക്കും? x1. അപ്പൊ x1 നമ്മൾ ഹയസ്റ്റ് ആയിട്ടും എടുത്തു. ഇനിയിപ്പോ ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസസിൽ, ഗ്രേറ്റർ ദാൻ 0 ഇപ്പൊ ഡി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഡി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ x2 കൂടുതലാണ്, പിന്നെ x1 എന്താണ്? കുറവാണ്. അപ്പൊ നമ്മൾ കുറഞ്ഞ പോയിന്റ് നിന്നാണ്, ലോവസ്റ്റ് പോയിന്റ് നിന്നാണ് ലൈൻ ഡ്രോ ചെയ്യുക. സോ എക്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? x1 ആയിരിക്കും. x ഈക്വൽ ടു x1 ആയിരിക്കും, y ഈക്വൽ ടു കറസ്പോണ്ടിങ് y1. എക്സ് എൻഡ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? x2 ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? ചെക്ക് വെദർ ദ കംപ്ലീറ്റ് ലൈൻ ഹാസ് ബീൻ ഡ്രോൺ ഇഫ് x ഈക്വൽ ടു x എൻഡ് വരെ നമ്മൾ കംപ്ലീറ്റ് ലൈൻ ഡ്രോ ചെയ്തോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.